Hi everyone, welcome back. American literature എന്താണെന്നുള്ളതും അതിൻ്റെ ബേസിക്സ് എന്താണെന്നുള്ളതും നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അമേരിക്കൻ ലിറ്ററേച്ചറിൻ്റെ അണ്ടറിൽ വരുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു നോവലിനെ പറ്റി നോക്കുക എന്നുള്ളതാണ്. സോ വിത്തൗട്ട് മച്ച് ഫർദർ ഡിസ്കഷൻസ് ഓൺ ദി ഇൻട്രൊഡക്ഷൻ, ലെറ്റ്സ് ഗോ. ഡ്രാമ എന്ന് പറയുന്നത് ലിറ്ററേച്ചറിൻ്റെ ഒരു ജാനറാണ് എന്ന് നമുക്കറിയാം. ആൻഡ് ഈ ഡ്രാമയിൽ തന്നെ നമുക്ക് കോമഡി ഉണ്ട്, ട്രാജഡി ഉണ്ട്, ആൻഡ് ദർ ഇസ് എ മിക്സ് ഓഫ് ട്രാജിക് കോമഡി. ആൻഡ് വി നോ ഈ ഓൾ ത്രീയിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളത്. ട്രാജഡി എന്ന് പറയുന്നത് സങ്കടം എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. കോമഡി എന്ന് പറയുന്നത് കുറച്ചും കൂടി ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ളൊരു പ്ലേസ് ആയിരിക്കും, ഡ്രാമാസ് ആയിരിക്കും. ആൻഡ് ട്രാജിക് കോമഡി എന്ന് പറയുന്നത് അതിൻ്റെ ഒരു മിക്സ് ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ നമുക്ക് എന്തായാലും അറിയാം. ബട്ട് ഇന്ന് നമ്മൾ ട്രാജഡി എന്നുള്ള ആ ജാനറിനെയാണ് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. ട്രാജഡിയിൽ നോക്കുകയാണെങ്കിൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അമേരിക്കൻ ലിറ്ററേച്ചറിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേണിംഗ് പോയിന്റ് ആണ്. അതായത് ആർതർ മില്ലറിൻ്റെ ഓൾ മൈ സൺസ്. ഇറ്റ്സ് എ വെരി ഫേമസ് വർക്ക് ഇൻ ലിറ്ററേച്ചർ ആൻഡ് ഓഫ് ഹിസ് കരിയർ ടു. ആർതർ മില്ലറിനെ പറ്റിയിട്ട് നമ്മൾ കുറച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കി അല്ലേ. ആർതർ മില്ലറിൻ്റെ ലൈഫ് എന്തായിരുന്നു, ഹിസ് ഫേമസ് വർക്ക്സ് എന്തായിരുന്നു എന്നുള്ളതൊക്കെ നമ്മൾ നോക്കി. സോ ഇന്ന് നമ്മൾ ആർതർ മില്ലറിൻ്റെ ഈ ഒരു വർക്ക് സ്പെസിഫിക് ആയിട്ട് പഠിക്കാൻ പോവാണ്. So by the end of this video, you will have an idea about the structure and the plot of All My Sons. You will have an idea on Arthur Miller's idea of drama and how these All My Sons നമ്മൾ ട്രാജഡി ആയിട്ട് എങ്ങനെയാണ് കൺസിഡർ ചെയ്യുന്നത് എന്നുള്ളതും നമ്മളിന്ന് നോക്കും. അതിനു മുന്നേ ട്രാജഡി എന്താ എന്നുള്ളതിൻ്റെ ഒരു ബേസിക് ഐഡിയ യു ഷുഡ് ഹാവ്. സോ ട്രാജഡി എന്നുള്ളൊരു കോൺസെപ്റ്റ് നമുക്ക് റിട്ടൺ ഫോമിൽ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് അരിസ്റ്റോട്ടിൽ ആണ്. ഇറ്റ് ഈസ് ബിലീവ്ഡ് ദാറ്റ് ഹി ഈസ് ദ ഫസ്റ്റ് വൺ ഹു ഇൻട്രൊഡ്യൂസ്ഡ് ഇറ്റ് ബിക്കോസ് ഹിസ് വർക്ക് ഇസ് ദി ഏർലിയസ്റ്റ് അവൈലബിൾ. ഏറ്റവും പഴയതിൽ വെച്ചിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് അരിസ്റ്റോട്ടലിൻ്റെ പോയറ്റിക്സ് എന്നുള്ള വർക്കാണ്. ഈ വർക്കിലാണ് ഗ്രീക്ക് ഡ്രാമനെ പറ്റിയിട്ട് അദ്ദേഹം പറയുന്നത്. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഹി ഓൾസോ ടോക്സ് അബൌട്ട് ദ ഫീച്ചേഴ്സ് ഓഫ് ട്രാജഡി, കോമഡി, അങ്ങനെ പലതും പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ട്രാജഡീൻ്റെ ഫീച്ചേഴ്സ് എന്താണ് ട്രാജഡി, ഒരു സ്പെസിഫിക് ട്രാജഡിയിൽ എന്തൊക്കെ ഉണ്ടായിരിക്കണം എന്നുള്ളതൊക്കെ അരിസ്റ്റോട്ടിൽ പറഞ്ഞിരുന്നുണ്ട്. ഹി സെസ് ദാറ്റ് ട്രാജഡി എന്ന് പറയുന്നത് ഒരു പ്രൊട്ടാഗനിസ്റ്റിൻ്റെ ലൈഫിന് ചുറ്റിപ്പറ്റി നടക്കുന്ന ഒരു കോൺസെപ്റ്റാണ്. ഹി ഈസ് എ ഗുഡ് മാൻ ആൻഡ് ഹി ഹാസ് സം ട്രാജിക് ഫ്ലോ, അല്ലെങ്കിൽ എന്തോ ഒരു പ്രോബ്ലം ലൈഫിൽ, ഒരു ചീത്ത സ്വഭാവം ഉണ്ട്. ആ ചീത്ത സ്വഭാവം കാരണം അദ്ദേഹത്തിന് ഉണ്ടാകുന്ന പ്രോബ്ലംസ്, ഇതാണ് ബേസിക്കലി ഒരു ട്രാജഡി. ആൻഡ് ഹി ഹാസ് എ ലോങ് ലിസ്റ്റ് ഓഫ് ഫീച്ചേഴ്സ്. അതായത് നമ്മുടെ പ്രൊട്ടാഗനിസ്റ്റിനെ പറ്റിയിട്ടുള്ള കഥകൾ മാത്രമേ പാടുള്ളൂ. അതേപോലെ തന്നെ പ്രൊട്ടാഗനിസ്റ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ ആയിരിക്കണം, ഇത്ര ഫീച്ചേഴ്സ് ഉണ്ടായിരിക്കണം എന്നുള്ളതൊക്കെ. അതായത് പ്രൊട്ടാഗനിസ്റ്റ് ഇങ്ങനത്തെ ഒരാളായിരിക്കണം, ഒരു ഗ്രേ ക്യാരക്ടർ ആയിരിക്കണം, ബ്ലാക്കോ വൈറ്റോ ആയിരിക്കരുത്. അതായത് നല്ല സ്വഭാവം ഉണ്ടാവണം, ബട്ട് ഒരു അറ്റ് ദ സെയിം ടൈം ദർ ഇസ് ദിസ് വൺ ബാഡ് ബിഹേവിയർ ദാറ്റ് കോസസ് ഹിസ് ഡൗൺഫോൾ എന്നുള്ളതൊക്കെ. അങ്ങനത്തെ കുറച്ച് ഫീച്ചേഴ്സ് എഴുതിയിട്ടുണ്ട്. നമ്മൾ ഇത് പഠിക്കാനുള്ള സ്പെസിഫിക് റീസൺ എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് സെഡ് ദാറ്റ് ആർതർ മില്ലർ അധികം ഇതിനെ ഫോളോ ചെയ്തിട്ടില്ല എന്നുള്ളത്. അതെന്തുകൊണ്ടാണ് നോക്കുന്നതിന് മുന്നേ നമുക്ക് വീൽ സ്റ്റഡി എ ന്യൂ വേർഡ് ടുഡേ, ഹമാഷ്യ. ഹമാഷ്യ ബേസിക്കലി എന്താണ്, അതിൻ്റെ അർത്ഥം ട്രാജിക് ഫ്ലോ എന്നുള്ളതാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു പ്രൊട്ടാഗനിസ്റ്റ്, അതായത് അരിസ്റ്റോട്ടലിൻ്റെ പ്രൊട്ടാഗനിസ്റ്റിന് ഒരു ഫീച്ചർ ഉണ്ടായിരുന്നു. ദാറ്റ് ഈസ് ഹീ ഈസ് എ ഗുഡ് മാൻ, അല്ലെങ്കിൽ ഹീ ഈസ് എ ഗുഡ് പേഴ്സൺ. ബട്ട് ദ പ്രോബ്ലം ഇസ് ദർ ഇസ് ദിസ് വൺ ട്രാജിക് ഫ്ലോ, അല്ലെങ്കിൽ ദാറ്റ് ഇസ് വൺ ഒരു പ്രോബ്ലം ഉണ്ട് ലൈഫിൽ, ഒരു ഈവിൾ സ്വഭാവമുണ്ട്, അല്ലെങ്കിൽ ഒരു ചീത്ത സ്വഭാവമുണ്ട്. ആ സ്വഭാവം കാരണമാണ് അയാളുടെ ലൈഫിൽ നഷ്ടങ്ങൾ വരുന്നത് എന്നുള്ള രീതിയിൽ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒഥല്ലോൻ്റെ ക്യാരക്ടർ എടുക്കാം. ഒഥല്ലോൻ്റെ ക്യാരക്ടറിലുള്ള ഹമാഷ്യ എന്താണ്, അയാൾക്ക് മറ്റുള്ള ആൾക്കാരെ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ്. അല്ലെങ്കിൽ സ്വന്തം തന്നെ മോശമാണ്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അടുത്ത് ഞാൻ പോരാ, എൻ്റെ കളർ കാരണം, എൻ്റെ സ്റ്റേറ്റസ് കാരണം എന്നുള്ള ഈഗോ, അത് കാരണമുള്ള ഈഗോ, അതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഹമാഷ്യ എന്ന് പറയുന്നത്. ഇപ്പം സ്വന്തം വൈഫിനെ വിശ്വസിക്കാൻ പറ്റാത്തത്, വിശ്വസിക്കാൻ പാടില്ലാത്ത ആൾക്കാരെ വിശ്വസിക്കുന്നത്, ഇതൊക്കെയാണ് ഒഥല്ലോൻ്റെ നമുക്ക് ഹമാഷ്യ ആണെന്ന് പറയാൻ പറ്റുന്നത്. ഇപ്പം മെക്ബത്തിനെ നോക്കുകയാണെങ്കിൽ മെക്ബത്തിൻ്റെ എന്താണ്, ഹ്യൂബ്രിസ് ആണ്. അതായത് എക്സ്റ്റെൻസീവ് ഗ്രീഡാണ്, അത്യാർത്തി എന്ന് പറയുന്ന ഒരു സാധനമാണ് ഹമാഷ്യ പറയുന്നത്. ഇപ്പം ഈഡിപ്പസ് റെക്സിൻ്റെ ഇപ്പം എന്താണ് ഹമാഷ്യ നോക്കുകയാണെങ്കിൽ, അപ്പോൾ കിങ് ഈഡിപ്പസിൻ്റെതെന്ന് പറയുന്നത് ഫെയ്റ്റിന് എഗെയിൻസ്റ്റ് ആയിട്ട് പോകാനുള്ള, എനിക്ക് ഫെയ്റ്റിന് എഗെയിൻസ്റ്റ് ആയിട്ട് പോകാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസമാണ്. അപ്പോൾ ആ ഒരു ട്രാജിക് ഫ്ലോ ആണ്. ഇപ്പോൾ ഈ മൂന്ന് ക്യാരക്ടേഴ്സിൻ്റെയും ഈ പറഞ്ഞ ഒരു മിസ്റ്റേക്ക്, അല്ലെങ്കിൽ ഈ പറഞ്ഞ സ്വഭാവദൂഷ്യാണ് അവരുടെ അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ അവർ മരിക്കാനോ അല്ലെങ്കിൽ അവർക്കൊരു ഡൗൺഫോളോ ഉണ്ടാവാൻ കാരണം. അപ്പോൾ അതിനെയാണ് നമ്മൾ ഹമാഷ്യ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ ക്യാരക്ടേഴ്സിനും യൂഷ്വലി ഒരു ഹമാഷ്യ ഉണ്ടായിരിക്കും. ആൻഡ് ഹമാഷ്യ ഉള്ളൊരു ക്യാരക്ടർ ആയിരിക്കണം ട്രാജഡിയിലെ പ്രൊട്ടാഗനിസ്റ്റ് എന്നുള്ളതാണ് അരിസ്റ്റോട്ടിൽ പറഞ്ഞത്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതിൽ ആർതർ മില്ലർ എല്ലാ കാര്യത്തിലും അരിസ്റ്റോട്ടലിൻ്റെ കൂടെ ആയിരുന്നില്ല. സോ ലെറ്റ് us see what he disagreed on.
The first feature is that Aristotle believed അയാളുടെ പ്രൊട്ടാഗണിസ്റ്റ് അല്ലെങ്കിൽ ഏതൊരു ട്രാജഡിയുടെ പ്രൊട്ടാഗണിസ്റ്റും ഒരു കിങ്ങോ ഒരു നോബിളോ ആയിരിക്കണം. അത് നോബിൾ ആസ് എൻ ഒരു പ്രിൻസ്, ഒരു ഡൂക്ക്, അങ്ങനത്തെ ഹൈ സ്റ്റേറ്റസിലുള്ള ഒരു അരിസ്റ്റോക്രാറ്റ് ആയിരിക്കണം. അതിൻ്റെ റീസൺ എന്താണ്? സോ ദാറ്റ് ഹി സേസ് അയാളുടെ ഡൗൺഫോൾ അത്രയും വലുതായിട്ട് നമുക്ക് ഷോക്കേസ് ചെയ്യാൻ പറ്റും. ഒരു രാജാവ് അയാളുടെ പദവിയിൽ നിന്ന് വീണു, അപ്പോൾ അത് അത്രയും വലിയൊരു കോൺസെപ്റ്റ് ആയിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഹി സെസ് ദാറ്റ് പ്രൊട്ടാഗണിസ്റ്റ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഒരു രാജാവായിരിക്കണം അല്ലെങ്കിൽ ഒരു നോബിൾ ആയിരിക്കണം. ബട്ട് ആദം മില്ലർ വാസ് ഓഫ് ദ ബിലീവ് ദാറ്റ് അങ്ങനെ ആവണം നിർബന്ധമില്ല. ഓർഡിനറി ആയിട്ടുള്ള ആൾക്കാർ, അതായത് സാധാരണ ജനങ്ങൾക്കും ഒരു പ്രൊട്ടാഗണിസ്റ്റ് ആവാം. അവരുടെ ഡൗൺഫോളിനും എന്താ പറയുക എസ്തെറ്റിക് വാല്യൂ ഉണ്ട് എന്ന് വിശ്വസിച്ചിരുന്ന ഒരാളാണ് ആർതർ മില്ലർ. സോ ഹി ബിലീവ്ഡ് ദാറ്റ് രാജാക്കന്മാരും നോബിൾസിനെയും മാത്രമല്ല കോമൺ പീപ്പിൾക്കും പ്രൊട്ടാഗണിസ്റ്റുകൾ ആവാം ട്രാജഡിയുടെ എന്നുള്ളത്. അതേപോലെ തന്നെ വേറൊരു കോൺസെപ്റ്റ്, മില്ലർ എംഫസൈസ് ദാറ്റ് മെയിൻ ക്യാരക്ടേഴ്സ് ഇൻ എ ട്രാജഡി ഷുഡ് ബി ഓർഡിനറി പീപ്പിൾ സോ ദാറ്റ് ഓഡിയൻസ് ക്യാൻ റിലേറ്റ്. അതായിരുന്നു അടുത്തൊരു കോൺസെപ്റ്റ്. ഇപ്പോൾ ഈ നോബിൾസും കിങ്സും വലിയ വലിയ ആൾക്കാരും ആണെങ്കിൽ വായിക്കുന്ന ഓഡിയൻസിന് അല്ലെങ്കിൽ ഡ്രാമ കാണാൻ വരുന്ന ഓഡിയൻസിന് അതായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല. വി ക്യാൻ ഓൺലി റിലേറ്റ് വെൻ വി ഫീൽ ലൈക്ക് നമുക്കും ആ ഒരു സിറ്റുവേഷനിൽ വരാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ ഓർഡിനറി പീപ്പിൾ അല്ലെങ്കിൽ ഓർഡിനറി ആയിട്ടുള്ള പ്രൊട്ടാഗണിസ്റ്റുകളാണ് ഉള്ളതെങ്കിൽ ഓഡിയൻസിന് കുറച്ചും കൂടി എഫക്റ്റീവ്ലി റിലേറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് ആർതർ മില്ലർ വിശ്വസിച്ചിരുന്നത്. The next thing is that Arthur Miller believed that ഹമാഷ്യ എന്ന് പറയുന്നത് ഓർഡിനറി പീപ്പിൾ ആയിട്ടുള്ള ആൾക്കാരിലും ഉണ്ട്. അതായത് അരിസ്റ്റോട്ടിൽ സെഡ് ദാറ്റ് ഹമാഷ്യ എന്ന് പറയുന്നത് വളരെ നല്ല സ്വഭാവമുള്ള ആൾക്കുള്ള ഒരു ചീത്ത സ്വഭാവം എന്നുള്ളതാണ്. അത് കിങ്സ് ആൻഡ് നോബിൾസിലാണെങ്കിലാണ് അത്രയും വലുതായിട്ട് പോർട്രേ ചെയ്യാൻ പറ്റുക എന്നാണ് പറഞ്ഞിരുന്നത്. ബട്ട് ആർതർ മില്ലർ സെസ് ദാറ്റ് ഹമാഷ്യ എന്നുള്ളത് ഏതൊരു മനുഷ്യജീവിയിലും ഉണ്ട്. അപ്പോൾ അത് ഓർഡിനറി ആയാലും നോബിൾ ആയിട്ടുള്ള ഒരാളായാലും അരിസ്റ്റോക്രാറ്റ് ആയാലും പാവപ്പെട്ട ഒരാളായാലും ഹമാഷ്യ അവരിൽ എന്തായാലും ഉണ്ടാകും. സോ വി ക്യാൻ പോർട്രേ ദാറ്റ് എന്നുള്ളതാണ് പറഞ്ഞു വന്നത്. The other thing we need to understand is that Arthur Miller's tragedy is associated with idealism എന്നുള്ളത്. അതായത് ലോകം മൊത്തം പെർഫെക്റ്റ് ആണ്, മാൻ എന്ന് പറയുന്നത് അയാളുടെ വിധിയുടെ ക്യാപ്റ്റൻ ആണ്, അല്ലാതെ വിധിയല്ല നമ്മൾ എന്താ ചെയ്യേണ്ടത് തീരുമാനിക്കുന്നത്. ആ ഒരു പെർഫെക്ഷനിലുള്ള ബിലീഫ്, അല്ലെങ്കിൽ ലോകത്തിലെല്ലാം നല്ലത് നടക്കുള്ളൂ, ഇഫ് ഈ സ്ട്രൈവ് ഫോർ ഗുഡ് നല്ലത് മാത്രമേ നടക്കുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരു രീതിയിലുള്ള കഥകളാണ് ഉള്ളത്. ഇപ്പം നമ്മൾ ഈ കഥയിൽ മുന്നോട്ട് പോകുമ്പം ക്രിസ് എന്നുള്ളൊരു ക്യാരക്ടറിനെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഹി ഈസ് എൻ ഐഡിയലിസ്റ്റ്. ഹി ബിലീവ്സ് ദാറ്റ് എവറിത്തിങ് ഈസ് ഗുഡ്, അല്ലെങ്കിൽ അതൊരു പെർഫെക്ഷൻ അറ്റൈൻ ചെയ്യാൻ വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്ന, അല്ലെങ്കിൽ ഞാൻ നന്നായിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ നന്നാവും, അല്ലെങ്കിൽ ഞാൻ സഫർ ചെയ്യുന്നില്ല ബാക്കിയുള്ളവർ സഫർ ചെയ്യുന്നുണ്ട്, അത് എൻ്റെ പ്രശ്നമാണ്, എനിക്ക് ജീവിതത്തിൽ സഫറിങ്സ് ഇല്ലാത്തത്, ഞാൻ എങ്ങനെയാണ് ഇങ്ങനെ സന്തോഷത്തോടെ ജീവിക്കുന്നവൻ, അതർ പീപ്പിൾ ആർ സാഡ്, അങ്ങനെയൊക്കെ വിചാരിക്കുന്ന ഒരാളാണ് ക്രിസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ക്യാരക്ടേഴ്സിനെയും അങ്ങനത്തെ ഐഡിയാസിനെയും ഒക്കെ നമുക്ക് ആർതർ മില്ലറിൻ്റെ സ്റ്റോറീസിൽ കാണാം. Now that we have discussed Arthur Miller and Aristotle and the idea of tragedies and the difference between those two, കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ ഓൾ മൈ സൺസിൻ്റെ കഥ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. Now, the story is going to be portrayed in a video so that നിങ്ങൾക്കത് വീഡിയോ കാണുമ്പോൾ കുറച്ചും കൂടി ഒരു ഐഡിയ ഉണ്ടാവും, അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു എൻ്റർടൈനിങ് ആയിട്ട് തോന്നും എന്നുള്ളത് കൊണ്ട് ഒരു വീഡിയോ ആണ് സ്റ്റോറിയുടെ സമ്മറി ആയിട്ട് കൊടുത്തിട്ടുള്ളത്. വാട്ട് ഐ വുഡ് റെക്കമെൻഡ് ഇസ് വൺസ് യു വാച്ച് ദ സ്റ്റോറി ആൻഡ് ഇഫ് യു ഹാവ് സം ഡൗട്ട്സ്, അല്ലെങ്കിൽ അതെന്താണെന്ന് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ യു ഫീൽ ലൈക്ക് സം മെയിൻ പോയിന്റ്സ് ആർ നോട്ട് ദെയർ, ഫീൽ ഫ്രീ ടു റീഡ് എ സമ്മറി. നിങ്ങൾക്ക് സ്പാർക്ക് നോട്ട്സ് കിട്ടും, വിക്കിപീഡിയയിൽ സ്റ്റോറീസ് ഉണ്ടാവും. അപ്പോൾ ഒന്നൊരു പ്ലോട്ട് സമ്മറിയും കൂടി വായിച്ചാൽ യു വിൽ ബി ക്ലിയർ അബൌട്ട് ദ സ്റ്റോറി. ഐ വുഡ് ഹൈലി റെക്കമെൻഡ് യു to read the novel, but if you are not able to do that, kindly read the summary. So let's watch the video and come back. There are a lot of characters in All My Sons. They can be separated into major characters which are directly affected by the events in the play, and minor characters which are not. Major characters in the play are the Kellers and the Devers. Joe and Kate Keller, they have two sons, Krish and Larry. Larry has been missing for 3 years, ever since his plane crashed during the war. At the time of his disappearance, Larry was dating Anne Deaver, the daughter of Joe Keller's business partner, Steve Deaver. Now Krish and Anne are dating, and Krish proposes to Anne during the play. Steve Deaver, he has 2 children, George and Anne. Steve is currently in jail, since he took the fall for the bad airplane parts that Joe Keller knowingly delivered to the military. George is angry at the Kellers for destroying his family. Anne loves Krish and wants to marry him. The minor characters in the play are several neighbors of the Kellers. Frank Luby is a neighbor who prepares Larry's horoscope to support Kate Keller's belief that her son is still alive. Lydia Luby is Frank's wife and George Deaver's ex-girlfriend. She represents the kind of wife George might have had his father not gone to jail.
Jim Bayliss is another one of the Keller's neighbors. He is a doctor. He is friends with Krish because they both served in the military together. He and his wife, Sue, live in the house that the Devers used to live in. Bert is an 8-year-old boy in the neighborhood that Joe Keller plays policeman and jail with. But this irritates Kate Keller so much, she feels that he should not play such a game since he was in jail. Bert really looks up to Joe as a hero. As the play begins, Jim, Keller and Frank are seen in conversation. Sue and Lydia join them. Krish, the son of Keller, talks to his father about his mother. Larry Keller, Krish's brother, fought as a pilot in the Second World War and was reported missing. It is presumed by everybody that he is dead, except his mother Kate, who still believes that Larry will one day back. After receiving the news about Larry, Ann Deaver, who was engaged to him, intends to marry Krish now. Steve Deaver and Joe Keller were business partners in a factory manufacturing cylinder heads for the Air Force during the war. A batch of cylinder heads proved to be defectively manufactured was supplied by the factory, resulting in the death of 21 American pilots. Consequently, a prosecution was launched against both the partners and both were convicted. However, in the Court of Appeal, Keller was released and Steve was sentenced to imprisonment. Steve thought that he was not guilty, for Keller had been told of the defective cylinder heads, but he had approved them for supply. But Keller had denied this in the court. His neighbors, however, continued to believe that Keller was guilty. But Keller has again established his business and is now in friendly terms with his neighbors. George and Ann believe that their father had knowingly shipped out the defective cylinder heads that caused the tragedy. Out of anger and remorse, they have never visited him in the jail. Keller, however, tries to defend Steve by saying that he was guilty as he was thought to be because he was simply made a victim of mistaken decision. While talking about his prospective marriage with Ann, Krish expresses his frustration at the fact that life after the war remains the same as it was before. According to him, those who were killed in war sacrificed their lives in vain. The values of cooperation and mutual responsibility which they had built up by their actions had been lost, and people took the war as lightly as a bus accident. George arrives at Keller home and tries to break up the marriage between Krish and Ann. He tells the real story when the defective cylinder heads were noticed by his father. George has come to know this from his father Steve, whom he had visited in the jail. Steve has told George that Keller had been informed of the defective cylinder heads, and he had instructed Steve on the phone to weld and cover up the cracks in any way and ship them out. Keller had promised to take the responsibility, but when they were prosecuted, Keller tactfully saved himself. On that particular day, Keller had not gone to the factory on the pretext of suffering from flu. Though in the court case, his plea was not accepted, in the Court of Appeal it was believed. So, Steve was imprisoned and Keller was set free. As a result of all this, a heated discussion takes place between Keller and George. For a time, George's faith in his father's version of the entire issue has been shaken by Keller's convincing interpretation of the whole thing. But eventually the truth comes to light. Now Keller accepts his guilt, but says that his subsequent lies were for the sake of his son Krish. But Krish categorically rejects such an idea. Krish thought that his vision of the world was shattered, and so he goes away. Kate tries to convince Keller that he should admit before Krish that he had committed a terrible crime and was ready to pay for it. She thinks that Keller's confession alone can bring Krish back home. On the other hand, Keller thinks that it is not justified because he did everything for the sake of his family. Just then, Ann appears and asks Kate to accept Larry's death so that Krish may marry her without any sense of guilt. Kate refuses to do so and insists that Larry is still alive. Krish comes back and tells that he is going to leave home forever without Ann. Hence,
it has become clear to Keller that both Kate and Krish want him to confess his guilt and go to jail. But Keller says that if it happens, then half the world would have to go to jail. Thereupon, Anne hands over a letter, which Larry had written to her on the day he died. After knowing about Keller and Steve being convicted for supplying defective cylinder heads to the Air Force, he could not bear to live anymore, and committed suicide by deliberately smashing his aircraft. Krish reads out the letter and Keller intends to confess his guilt, but Kate tries to prevent him. But Keller gives a touching reply by saying that all those who had lost their lives because of his guilt were all his sons. Though Keller is selfish by nature, his conscience has been aroused, and his feeling of remorse at the crime which he committed drives him to commit suicide. ഇപ്പോൾ നിങ്ങൾക്ക് അത് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഒന്നും ഇല്ലെങ്കിലും മേജർ ആയിട്ടുള്ള എല്ലാ ഇവൻറ്റ്സും അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നൗ ലെറ്റ് us think about why All My Sons is a tragedy. ഇപ്പോൾ കഥ കാണുമ്പോൾ തന്നെ ഏകദേശം എന്തുകൊണ്ടാണ് ട്രാജഡി എന്നുള്ളതിൻ്റെ കുറച്ച് പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. But let's discuss anyway. So the first point is characters are often caught up in some type of secrecy, such as their flaws of character, intentions or past mistakes. Now, ഇതിലെന്താണ് പറയുന്നത്? അവിടെ ഒരുപാട് സീക്രസി ഉണ്ട്. ആ വീട്ടിൽ തന്നെ ഉള്ളിൽ കുറേ സീക്രറ്റ്സ് ഉണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ സീക്രറ്റ്സ് വെച്ചിട്ടുണ്ട്. ക്രിസ് ആൻഡ് ആനിൻ്റെ കല്യാണം എന്നുള്ളൊരു കോൺസെപ്റ്റ് ആദ്യം തന്നെ സീക്രട്ടാക്കി വെച്ചിട്ടുണ്ട്. ലാറിയുടെ മരണം സീക്രട്ടാക്കി വെച്ചിട്ടുണ്ട്. ജോ കെല്ലർ എന്നുള്ള ഒരാൾ ഗിൽറ്റി ആണ് എന്നുള്ളൊരു കാര്യം സീക്രട്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനത്തെ കുറേ സീക്രറ്റ്സ് ആയിട്ടുള്ള കുറേ കോൺസെപ്റ്റ്സ് അവിടെ നടക്കുന്നുണ്ട്. ഈ സീക്രറ്റ്സിൽ തന്നെ എന്താണ് പ്രശ്നം? ഈ സീക്രറ്റ്സ് ഒക്കെ അവസാനം ചുരുളഴിഞ്ഞ് കുറേ വലിയ പ്രശ്നങ്ങളായി മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു റീസൺ ആണെന്ന് നമുക്ക് പറയാം. അതേപോലെ തന്നെ എല്ലാവരുടെയും ട്രാജിക് ഫ്ലോ നമുക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഓരോ ക്യാരക്ടേഴ്സ് എടുത്ത് നോക്കിയാലും നമുക്ക് ട്രാജിക് ഫ്ലോ കാണാൻ പറ്റും. ജോ കെല്ലറിൻ്റെ ട്രാജിക് ഫ്ലോ എന്താണ്? ഈവൻ ദോ ഹി ലവ്സ് ഹിസ് ഫാമിലി, ഈവൻ ദോ ഹി വാണ്ട്സ് ടു ബി സക്സസ്ഫുൾ, ദ പ്രോബ്ലം ഇസ് ഹി ഡസ് സംതിങ് റോങ് എന്നുള്ളത്. കേറ്റ് കെല്ലറിൻ്റെ എന്താണ്? ഹസ്ബൻഡിൻ്റെ ട്രൂത്ത് എന്താണെന്ന് അറിഞ്ഞിട്ടും അത് ആരോടും പറയാതെ ഒളിപ്പിച്ചു വെച്ചു എന്നുള്ളതാണ്. ക്രിസ് എന്താണ്? എക്സ്ട്രീം ഐഡിയലിസ്റ്റ് ആണ് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ അല്ലെങ്കിൽ ഓരോ ക്യാരക്ടറിനെ എടുത്ത് നോക്കിയാലും നമുക്ക് അവിടെ ഒരു ട്രാജിക് ഫ്ലോ കാണാൻ പറ്റും, അല്ലെങ്കിൽ ഒരു പാസ്റ്റ് മിസ്റ്റേക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ എന്തായാലും ഭാവിയിലേക്ക് അതൊരു ട്രബിൾ ആയിട്ട് മാറും എന്നുള്ള രീതിയിലുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ഈ കഥകളിൽ പിൻ പോയിന്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ആദ്യത്തെ ഇതൊരു ട്രാജിക് ഫ്ലോ ആക്കാനുള്ള കാരണം. The second point is that there is a conflict between a person or a group of people against the society or a fate. ഇപ്പം നമ്മൾ ഈ കഥയിൽ നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാവും ക്രിസ് അറ്റ് ദി എൻഡ് എഗെയിൻസ്റ്റ് ഹിസ് ഫാദർ ആവുകയാണ്, അല്ലെങ്കിൽ ഹിസ് ഫാദർ എഗെയിൻസ്റ്റ് ഹിസ് ഫാമിലി ആവുകയാണ്. ഇപ്പം ആനിലൂടെ നമുക്ക് മനസ്സിലായിട്ടുണ്ട് ജോർജിൻ്റെ ഫാമിലി ആൻഡ് ജോർജ് അവരാണ് തെറ്റ് ചെയ്തത് എന്ന് വിചാരിച്ചിട്ട് ആ സൊസൈറ്റി മൊത്തം അവരെ ഡെസ്റ്റിറ്റ്യൂട്ട്സ് ആക്കുകയാണ് ചെയ്തത് എന്നുള്ളത്. അതുപോലെ തന്നെ നമുക്ക് വേറൊരു രീതിയിൽ മനസ്സിലാവും ആൻ എന്ന് പറയുന്ന ക്യാരക്ടറിനെ എങ്ങനെയാണ് ക്രിസിനെ കല്യാണം കഴിക്കാമെന്ന് പറയുമ്പോൾ കേറ്റ് എഗെയിൻസ്റ്റ് ആയിരുന്നത്. സോ നമ്മളൊരു ആ ഫുൾ സ്റ്റോറി നോക്കുകയാണെങ്കിൽ it's either one person against the society, one person against the other, or a whole group of people against society, അല്ലെങ്കിൽ fate. അപ്പോൾ ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് രണ്ടാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത്. The third thing is the element of death. കഥ തുടങ്ങുമ്പോൾ തന്നെ ആ ഒരു എലമെന്റ് ഓഫ് ഡെത്ത് വളരെയധികം പ്രിവലൻ്റ് ആണ് അല്ലേ? സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ലാറി മരിച്ചു എന്നുള്ളൊരു കാര്യം വെച്ചിട്ടാണ് തുടങ്ങുന്നത്. Then we understand that there are pilots who died. Then we understand how Kate doesn't believe Larry is dead എന്നുള്ളത്. But again അത് പ്രൂവ് ആവുകയാണ് ചെയ്യുന്നത്. And at the end ജോ കെല്ലറിൻ്റെ സൂയിസൈഡോടെയാണ് നമുക്ക് കഥ അവസാനിക്കുന്നത്. അപ്പോൾ എലമെന്റ് ഓഫ് ഡെത്ത് പ്രത്യേകം എടുത്തു പറയാതെ തന്നെ കഥയുടെ സർഫസിൽ തന്നെ പ്രിവലൻ്റ് ആണ് എന്നുള്ളതാണ് ട്രാജഡിയുടെ ഏറ്റവും വലിയൊരു എലമെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് ക്ലിയർ ആയിട്ട് ഓൾ മൈ സൺസിൽ കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് വി നോ ട്രാജഡി അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ. ട്രാജഡി എന്ന് പറയുമ്പോൾ അവസാനം അവിടെ ഒരു ഡെത്ത് എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട്. ഈതർ ഇറ്റ് ഇസ് ഫിസിക്കൽ ഡെത്ത് അല്ലെങ്കിൽ ഇമോഷണൽ ഡെത്ത് എന്നുള്ളത് നമുക്ക് എന്തായാലും ട്രാജഡിയിൽ കാണാൻ പറ്റും. ആൻഡ് ഇറ്റ് ഇസ് പ്ലെൻറ്റി ഇൻ ദിസ് സ്റ്റോറി. Then we see another prevalent factor of tragedy, fall from greatness എന്ന് പറയുന്നത്. ഇപ്പോൾ അരിസ്റ്റോട്ടിൽ പറഞ്ഞു നോബിൾസും കിങ്സും ആണെങ്കിലാണ് ആ ഒരു ഫോൾ വളരെ മാഗ്നിറ്റ്യൂഡിൽ വളരെ വലുതായിട്ട് തോന്നുക എന്നുള്ളത്. ബട്ട് ആദം മില്ലർ ഹാസ് പ്രൂവ്ഡ് ദാറ്റ് ഈവൻ ഇഫ് ദാറ്റ് ഈസ് ആൻ ഓർഡിനറി പേഴ്സൺ, ആ ഫോൾ എന്ന് പറയുന്നത് ഒരു ഗ്രേറ്റ്നെസ് എന്നുള്ള ഫോൾ എന്ന് പറയുന്നത് കാണാൻ ഒരു ഇസ്തെറ്റിക്കലി ഭംഗിയുള്ള ഒരു കോൺസെപ്റ്റ് ആണ് എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ ജോ ഫോൾസ് ഫ്രം പവർ ടു ഗ്രേറ്റ്നെസ് എന്ന് പറയുമ്പം ജോ എന്നുള്ള ഒരാൾ, ജോ കെല്ലർ എന്നുള്ള ഒരാൾ ക്രിസിൻ്റെ കണ്ണിൽ വളരെ നന്മയുള്ള അല്ലെങ്കിൽ ഒരിക്കലും തെറ്റ് ചെയ്യാൻ പറ്റാത്തൊരു ക്യാരക്ടറാണ്. ആൻഡ് ഹീ ഈസ് ലൈക്ക് ദാറ്റ് ടു എവ്രി വൺ.
അല്ലേ? ആ ഒരു സൊസൈറ്റിയിലുള്ള ആൾക്കാരും വിശ്വസിച്ചിരിക്കുന്നത് എന്താ, ജോ അന്ന് ഓഫീസിൽ വരാത്തത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ നടന്നത്. ഓഫീസിൽ നിന്ന് വന്നിരുന്നെങ്കിൽ അയാൾ അത് സമ്മതിക്കില്ലായിരുന്നു. ജോർജ് ചെയ്ത കാര്യം ഒരിക്കലും ജോ ചെയ്യില്ലായിരുന്നു. ആൻഡ് ഓൾസോ അറ്റ് ദി എൻഡ് ബിലീവ്സ് ദാറ്റ് ജോയ്ക്ക് ഒരിക്കലും ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു പെഡസ്റ്റലിൽ വെച്ചിരുന്ന ഒരാളാണ് സത്യം അറിയുമ്പം താഴേക്ക് വീണ് പോകുന്നത്. അപ്പോൾ അത്രയും നല്ലൊരു ഫാദർ ഫിഗർ അല്ലെങ്കിൽ അത്രയും നല്ലൊരു പേഴ്സൺ എന്നുള്ളൊരു നമ്മൾ പറയില്ല രൂപക്കൂട്ടുന്ന എടുത്ത് വെച്ചതായിരുന്നു, പക്ഷെ താഴേക്ക് വീണ് പോയി. ആ ഒരു അവസ്ഥയാണ് ജോന് ഇവിടെ ഉണ്ടായത്. അപ്പോൾ ആ ഒരു പവർ എന്നുള്ള ഒരു ഫോൾ എന്ന് പറയുന്നത് ട്രാജഡിയുടെ ഒരു വലിയ എലമെന്റ് ആണ്. ആൻഡ് ദാറ്റ് എലമെന്റ് ത്രൂ ജോ ആർതർ മില്ലർ ഹാസ് ഡിസ്പ്ലേഡ് ബ്യൂട്ടിഫുള്ളി. And the last point we can see is the element of enlightenment. അതായത് നമ്മൾ യൂഷ്വലി ട്രാജഡിയിൽ കാണാൻ പറ്റും ആ ലാസ്റ്റ് ഡെത്ത് അല്ലെങ്കിൽ ആ ഒരു ഇമോഷണൽ അല്ലെങ്കിൽ ആ ഒരു ഫിസിക്കൽ ഡെത്ത് എന്നുള്ളൊരു കോൺസെപ്റ്റിന് തൊട്ട് മുന്നേ എല്ലാ ക്യാരക്ടേഴ്സിനും അയ്യോ ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി എന്നുള്ളതോ അല്ലെങ്കിൽ ഇസ് റിയലൈസേഷൻ ഓഫ് വാട്ട് ഹി ഡിഡ് വാസ് റോങ് അല്ലെങ്കിൽ അയാളുടെ ട്രാജിക് ഫ്ലോ എന്തായിരുന്നു എന്നുള്ളൊരു റിയലൈസേഷൻ നമുക്ക് ക്ലിയർലി ട്രാജഡിയിൽ കാണാൻ പറ്റും. ആൻഡ് ഇറ്റ് ഈസ് നോ ഡിഫറെൻറ്റ് ഇൻ ഓൾ മൈ സൺസ് അല്ലേ? ഓൾ മൈ സൺസിലും ജോ കെല്ലറിന് അറ്റ് ദി എൻഡ് ആ ഒരു റിയലൈസേഷൻ ഉണ്ടാവുകയാണ്. That is when he says that everyone that has died in that flight is everyone, all are my sons എന്നുള്ളത്. അതിൽ ഒരാൾ മാത്രമല്ല, ലാരി മാത്രമല്ല. കാരണം ഹി ബിലീവ്ഡ് ദാറ്റ് ലാരി ആ ഒരു ഇതിലാണ് മരിച്ചു പോയതെന്ന്. ബട്ട് വി നൗ നോ ദാറ്റ് ലാരി ഗിൽഡ് ഹിംസെൽഫ് ബിക്കോസ് ഓഫ് ഗിൽറ്റ് എന്നുള്ളത്. അച്ഛനിങ്ങനെ ചെയ്തല്ലോ എന്നുള്ള ഒരു ഗിൽറ്റിലാണ് എന്നുള്ളത്. ബട്ട് അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ഹി റിയലൈസസ് ദാറ്റ് ഇറ്റ് ഇസ് നോട്ട് ഓൺലി മൈ സൺ ദാറ്റ് ഇസ് ഡെഡ്, ബട്ട് ബാക്കി മരിച്ച എല്ലാ ചെറുപ്പക്കാരും എൻ്റെ മക്കൾ തന്നെയാണ്. അതാണ് ടൈറ്റിലിൻ്റെ സിഗ്നിഫിക്കൻസ്. നോവലിൻ്റെ ടൈറ്റിലിൻ്റെ സിഗ്നിഫിക്കൻസ് ഓൾ മൈ സൺസ് അവിടെയാണ് വരുന്നത്. അപ്പം അങ്ങനെ ഒരു എൻലൈറ്റ്മെൻറ്റ് അല്ലെങ്കിൽ അങ്ങനെ ഒരു റിയലൈസേഷൻ ഉണ്ടായതിനു ശേഷമാണ് ഹി കമ്മിറ്റ്സ് സൂയിസൈഡ് ബിക്കോസ് ഹി ഈസ് സോ ഗിൽറ്റി ദാറ്റ് ഹി കനോട്ട് ലിവ് വിത്ത് ഹിംസെൽഫ്. അതുകൊണ്ട് ഹി കമ്മിറ്റ്സ് സൂയിസൈഡ്. അപ്പോൾ ആ ഒരു എലമെൻറ്റ് ഓഫ് എൻലൈറ്റ്മെൻറ്റ് അവിടെ ജോന് മാത്രമല്ല, നമുക്ക് ക്രിസിനും എലമെൻറ്റ് ഓഫ് എൻലൈറ്റ്മെൻറ്റ് കാണാം, കേറ്റിനും എലമെന്റ് ഓഫ് എൻലൈറ്റ്മെന്റ് കാണുന്നുണ്ട്. ക്രിസ് റിയലൈസസ് ദാറ്റ് ഹിസ് ഫാദർ ഇസ് നോട്ട് ഐഡിയൽ, ഹിസ് ഫാദർ ഇസ് നോട്ട് എ മാൻ ഓഫ് പെർഫെക്ഷൻ എന്നുള്ളത്. കേറ്റ് റിയലൈസസ് ദാറ്റ് ഹർ സൺ ഇസ് ഡെഡ്. ഞാൻ ഇത്രയും കാലം വെയിറ്റ് ചെയ്തിരുന്നത് എന്തിനു വേണ്ടിയിട്ടാണോ അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല, മകൻ തിരിച്ചു വരാൻ പോകുന്നില്ല എന്നൊരു റിയലൈസേഷൻ ഉണ്ടാവണം. അപ്പോൾ അറ്റ് ദി എൻഡ് ഓഫ് ദ പ്ലേ നമുക്ക് അങ്ങനെ 2-3 ക്യാരക്ടേഴ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിൻ്റെ എൻലൈറ്റ്മെന്റ് കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് ഓൾസോ ആൻ എലമെന്റ് ഓഫ് ട്രാജഡി. ഇപ്പം ഈ പോയിന്റോടെ ഏകദേശം എന്തുകൊണ്ടാണ് ഓൾ മൈ സൺസ് ട്രാജഡി എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വന്നാൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന കോൺസെപ്റ്റ്സും എക്സാമ്പിൾസും നിങ്ങളെ കയ്യിലുണ്ട്. ആൻഡ് ഐ ഹോപ്പ് ദാറ്റ് കഥ മനസ്സിലായ സ്ഥിതിക്ക് ഇനിയും ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ പോയിന്റ്സ് ആഡ് ചെയ്യാൻ തോന്നിയെന്ന് വരും. ആൻഡ് ഫീൽ ഫ്രീ ടു ഡു ദാറ്റ് ബിക്കോസ് ഇൻ എ നോവൽ നിങ്ങളുടെ തോട്ട് പ്രോസസ്സാണ് ഇമ്പോർട്ടൻറ്റ്. സോ ബൈ ദി എൻഡ് ഓഫ് ദ വീഡിയോ ആസ് ഐ പ്രോമിസ്ഡ് നൗ യു നോ എന്താണ് ട്രാജഡി അല്ലെങ്കിൽ ആർതർ മില്ലറിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ട്രാജഡി എന്താണ്, ഹൗ ഇസ് ഇറ്റ് ഡിഫറെൻറ്റ് ഫ്രം അരിസ്റ്റോട്ടിൽ, ഓൾ മൈ സൺസിൻ്റെ പ്ലോട്ടും സ്ട്രക്ചറും എന്താണ്, ആൻഡ് ഹൗ ഓൾ മൈ സൺസ് ഇസ് എ ട്രാജഡി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് സമ്മറി വായിച്ചു കഴിഞ്ഞാൽ പോയിന്റ്സ് ഒക്കെ കിട്ടും. ബട്ട് ഇഫ് യു ഹാവ് ടൈം പ്ലീസ് ഡു റീഡ് ദ നോവൽ ബിക്കോസ് ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുള്ളി റിട്ടൺ നോവൽ. പഠിക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റിൽ മാത്രമല്ല, ആ ഒരു എൻജോയ് ചെയ്യുക എന്നുള്ള ഒരു കോൺസെപ്റ്റിലൂടെ നോക്കുകയാണെങ്കിലും ഓൾ മൈ സൺസ് ഇസ് എ ബ്യൂട്ടിഫുള്ളി റിട്ടൺ വർക്ക്. ആൻഡ് ഐ ഹോപ്പ് യു വിൽ റീഡ് ഇറ്റ്. ഐ വിൽ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.